ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹെയർ കെയറിൻ്റെ ഒരു ദിവസമാണ്. എല്ലാ സൺഡേയും ഞങ്ങളെല്ലാവരും നല്ല കാച്ചിയ എണ്ണയൊക്കെ തേച്ച് അങ്ങ് കുളിച്ച് സെറ്റായിട്ടിരിക്കും കേട്ടോ. ഒരു സമയത്താണ് പെട്ടെന്ന് മുടിയൊക്കെ കൊഴിയണതൊക്കെ ശ്രദ്ധയിൽ പെട്ട്. ആദ്യം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അത് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് അവസാനം മുടി ബോബ് ഒരു അവസ്ഥ വരെ എത്തി. അപ്പോഴാണ് ഹെയർ കെയറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയതും. പിന്നെ പല പല ഹെയർ ഓയിലൊക്കെ ഓൺലൈനിൽ കണ്ടതൊക്കെ വാങ്ങി യൂസ് ചെയ്തു. പിന്നെ ടെൻഷനും എല്ലാം കൂടിയായിട്ട് എന്താണെന്നറിയില്ല, ഒന്നും അങ്ങ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചില ഹെയർ ഓയിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അങ്ങനെ തപ്പിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യണ ഒരു ഹെയർ ഓയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാൽ നല്ല എന്താ പറയുക റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു 1.5 വർഷമായിട്ടുണ്ട് ഏകദേശം മുടിയൊക്കെ മുറിച്ചിട്ടിട്ട്. അപ്പോഴാണ് എൻ്റെ മുടിക്ക് നല്ല ലെങ്ത്തും തിക്നെസ്സൊക്കെ തോന്നണത്. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പണ്ടത്തെ പോലെയൊക്കെ ആയല്ലോ മുടി, അപ്പോൾ എന്താ യൂസ് ചെയ്യണേന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഇവർ ചെന്നൊരു വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇടാം, അപ്പോൾ എല്ലാവർക്കും അതറിയാലോ എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും വെളിച്ചെണ്ണയൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴാണ് ചേട്ടനൊരു ആഗ്രഹം, എന്നാൽ ഞാനും കൂടി ഇന്ന് തുടങ്ങി വെളിച്ചെണ്ണ അങ്ങ് തേച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടനും തേച്ച് കൊടുത്തു. അപ്പോൾ ആൾ ബാക്കിലത്തെ മുടി വളർത്താനാണ് നോക്കണേ കേട്ടോ. അപ്പോൾ ആളുടെ മുടി എത്ര നാളുകൊണ്ട് വളരും എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമാണ് ഇത് കേട്ടോ. പിന്നെ ചിലവർക്ക് വർക്കാവും ചിലവർക്ക് വർക്കാവില്ല, അത് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കുക. ഇനിയിപ്പോൾ ഏതാ ഹെയർ ഓയിലെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ അതേ ഹെയർ കെയർ ഓയിൽ, ചാരുവേദ ഹെയർ കെയർ ഓയിൽ എന്നാണ് അവരുടെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അവരുടെ പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്പർ വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 വർഷത്തിലധികമായിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് മുടി വെട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അറിയണത് കേട്ടോ. മുന്നൊക്കെ ഞാൻ കൃത്യമായ ഇടവേളകളിൽ ഹെയർ കട്ട് ചെയ്ത് ഒരു ഷോൾഡർ ലെവലിൽ ഇത്തിരി താഴെ അങ്ങനെയാണ് കൊണ്ട് നടന്നത്. അപ്പോൾ എനിക്ക് അതാണ് ഇത്തിരി കൂടി എളുപ്പം, ജട കളയാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ.